ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ്. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഐഷാസ് ടെക്സ്റ്റൈൽ ക്ലബ്, തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, പവിത്രം ജുവല്ലേഴ്സ്, ശോഭ മെറ്റൽ സ്റ്റോർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്, കടവിൽ ബാബു ആൻഡ് കമ്പനി, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, ഋഷി കിച്ചൺ ഗാലറി, ഇൻഫിനിറ്റ് സിസ്റ്റംസ് അഞ്ചൽ, പോപ്പോളിസ് ജൂനിയർ ഫാഷൻ പുനലൂർ, RK സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ്, പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ, ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസിന്റെ അതുല്യ ശ്രേണിയിൽ. വിശ്വസ്തതയും ഗുണമേന്മയും ഞങ്ങളുടെ മാത്രം മുതൽക്കൂട്ട്. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471254585. 1,00,000-ൽ പരം കാഞ്ചീപുരം കല്യാണപ്പട്ട് സാരികളുമായി RK അവതരിപ്പിക്കുന്നു RK വെഡിംഗ് സാരി ഫെസ്റ്റ്. കല്യാണ സാരികളും മറ്റു തുണിത്തരങ്ങളും ഹോൾസെയിൽ വിലയിൽ. സമ്മർ കോട്ടൺ സാരികൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികളെ വീടുകളിൽ ചെന്ന് കമ്മീഷൻ വ്യവസ്ഥയിൽ ക്യാൻവാസ് ചെയ്യുവാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നേരിട്ട് പർച്ചേസ് ചെയ്യൂ. വിലക്കുറവും ഗുണമേന്മയും അനുഭവിച്ചറിയൂ. RK വെഡിംഗ് സാരി ഫെസ്റ്റ്. RK സാരീസ് ആൻഡ് മെൻസ് പ്രൈഡ്, വടയാറ്റുകോട്ട റോഡ്, കൊല്ലം മെയിൻ റോഡ്, പുനലൂർ. നിങ്ങൾ അറിഞ്ഞില്ലേ? ചരിത്രമുറങ്ങുന്ന പുനലൂരിന്റെ മണ്ണിൽ ഈ പൊന്നോണ പുലരിയിൽ നിങ്ങൾക്കായൊരു ഓണസമ്മാനം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 9695309030. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ് ജില്ലയിൽ നടത്തിയത് വൻ കയ്യേറ്റങ്ങൾ. ഹാരിസൺസിന്റെ തോട്ടങ്ങൾ സ്പെഷ്യൽ ഓഫീസർ പരിശോധിച്ച കയ്യേറ്റങ്ങൾ ബോധ്യപ്പെട്ടു. വനംവകുപ്പിന്റെ ഭൂമി വ്യാപകമായി കയ്യേറി. ആരോഗ്യരംഗത്ത് അമ്മയ്ക്കും കുഞ്ഞിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് മന്ത്രി VS ശിവകുമാർ. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പുതിയ വികസനങ്ങൾ. പുലമൺ തോട് നവീകരണത്തിന് 2.25 കോടിയുടെ പദ്ധതി. ഓംബുഡ്സ്മാൻ സിറ്റിംഗ് തിങ്കളാഴ്ച. തോടിന്റെ അതിർത്തി നിർണയം സംബന്ധിച്ച് ധാരണയായേക്കും. വാർത്തകൾ വിശദമായി. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിന്റെ ജില്ലയിലെ ഭൂമി കയ്യേറ്റങ്ങൾ സ്പെഷ്യൽ ഓഫീസർ MJ രാജമാണിക്യം IAS സന്ദർശിച്ച് ബോധ്യപ്പെട്ടു. പലയിടത്തും കമ്പനി ഭൂമി കയ്യേറിയതായി അദ്ദേഹം പറഞ്ഞു. സന്ദർശന റിപ്പോർട്ട് സർക്കാരിന് നൽകും. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിന്റെ സംസ്ഥാനത്തെ ഭൂമി കയ്യേറ്റങ്ങൾ കണ്ടെത്തി തിരിച്ചുപിടിക്കാൻ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ MJ രാജമാണിക്യം IAS ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിന്റെ കൊല്ലം ജില്ലയിലെ തോട്ടങ്ങൾ സന്ദർശിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തെന്മല ഡാം IBയിലെത്തിയ സ്പെഷ്യൽ ഓഫീസർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. തുടർന്ന് ഹാരിസൺസിന്റെ വെഞ്ചർ, ഈസ്റ്റ്ഫീൽഡ്, അമ്പനാട് പ്ലാന്റേഷനുകൾ അദ്ദേഹം സന്ദർശിച്ചു. നിയമം ലംഘിച്ചുകൊണ്ടുള്ള വ്യക്തമായ ഭൂമി കയ്യേറ്റങ്ങൾ അദ്ദേഹം നേരിൽ കണ്ട് വിലയിരുത്തി. പലയിടത്തും വനംവകുപ്പിന്റെ ജണ്ടകളിൽ ഹാരിസൺസിന്റെ ചിഹ്നം കൊത്തിവച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പല സ്ഥലങ്ങളിലും വനഭൂമി കമ്പനി കയ്യേറിയതായും ചെറുതടാകങ്ങളും അരുവികളും വളച്ചുകെട്ടി കമ്പനി ഭൂമിയോട് ചേർത്തതായും അദ്ദേഹം നേരിൽ കണ്ട് വിലയിരുത്തി. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച സ്പെഷ്യൽ ഓഫീസർ കമ്പനി ഭൂമി കയ്യേറിയതായി വ്യക്തമാക്കി. അതോടൊപ്പം സർക്കാരിന്റെ ഭൂമിയിലേക്ക് കയറാൻ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസിലൂടെ അല്ലാതെ സ്വതന്ത്രമായ വഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിശദമായ റിപ്പോർട്ട് സർക്കാരിനു കൈമാറി ഉടൻ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൺസർവൻസി ആക്ടിന്റെ റൂൾ 6ന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പേഴ്സണൽ സൈറ്റ് ഇൻസ്പെക്ഷൻ കളക്ടർ ചെയ്തിരിക്കാനാണ് അതിന്റെ നിയമം പറയുന്നത്. അതനുസരിച്ച് ഇന്ന് HMLന്
ഉള്ള ഏരിയ പേഴ്സണലായിട്ടുള്ള ഒരു സൈറ്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഫർദറായിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ ഹിയറിങ്ങും അവരുടെ ഡോക്യുമെൻസും ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഫർദർ നടപടിയിലേക്ക് നമ്മൾ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പരിശോധിക്കണം ഇവിടെ ഉള്ള സ്ഥിതി. ഇപ്പോൾ ഇന്ന് വന്നത് ആക്ച്വലി ഒരു സ്വകാര്യ വഴിയിൽ കൂടി കയറിയാണ് ഫോറസ്റ്റ് ലാൻഡിലേക്ക് കയറുന്നത്. സ്വാഭാവികമായിട്ടും അക്സസ് ഗവൺമെൻറ് ലാൻഡിലേക്കുള്ള അക്സസ് ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നുള്ളതാണ്. പക്ഷേ നമ്മളത് ഒന്നുകൂടി അത് പരിശോധിക്കാം എന്താണെന്നുള്ളത്. അഡീഷണൽ തഹസീൽദാർ മുട്ര ഉദയഭാനു, ഡെപ്യൂട്ടി കളക്ടർ വർഗീസ് പണിക്കർ, RDO മധു ഗംഗാധരൻ എന്നിവരും സ്പെഷ്യൽ ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. കുരിയോട്ടുമലയിൽ ഈ മാസം 11 തറക്കല്ലിടുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ റബ്ബർ പാർക്കിനുള്ള നിർദ്ദിഷ്ട സ്ഥലം കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് സന്ദർശിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുരിയോട്ടുമല ആസ്ഥാനമായി ആരംഭിക്കുന്ന റബ്ബർ പാർക്കിന്റെ നിർദ്ദിഷ്ട സ്ഥലം കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ്, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഈ മാസം 11 തീയതി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ആനന്ദ് ശർമ്മ ഈ പാർക്കിന് ശിലാസ്ഥാപനം നടത്തും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ MLAമാർ, MP മാർ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങിൽ വെച്ച് ഇതിന്റെ ശിലാസ്ഥാപനം നടക്കും. പത്തനാപുരം താലൂക്ക് വ്യവസായങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. നമുക്കറിയാം ഈ സ്ഥലത്ത് നേരത്തെ ട്രാവൻകൂർ ഫ്ലൈവുഡ് പ്രവർത്തിച്ചിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇന്ന് ഇല്ലാണ്ടായി. കൊല്ലൂർ പേപ്പർ മില്ല് ഇപ്പോഴും തുറക്കുമെന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പത്തനാപുരത്തെ ജനങ്ങൾ ഈ റബ്ബർ പാർക്കിനെ നോക്കിക്കാണുന്നത്. ഈ റബ്ബർ പാർക്ക് വരുമ്പോൾ ഏതാണ്ട് 30-30-ലധികമോ വ്യവസായ സ്ഥാപനങ്ങൾ ഈ പാർക്കിൽ വരും. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു സംരംഭമാണ്. പ്രതിവർഷം 1500 കോടി രൂപയുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു വ്യവസായ സംരംഭമാണ് ഇവിടെ വരാൻ പോകുന്നത്. കേന്ദ്ര വാണിജ്യ വകുപ്പ് കേരളത്തിന് അനുവദിക്കുന്ന രണ്ടാമത്തെ റബ്ബർ പാർക്കാണ് കുരിയോട്ടുമലയിൽ ആരംഭിക്കുന്നത്. ഒക്ടോബർ 11 കേന്ദ്ര വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ റബ്ബർ പാർക്കിന് തറക്കല്ലിടും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി, കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. എറണാകുളം അരിയാപുരത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ലാഭകരമായതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ രണ്ടാമതൊന്നുകൂടി തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 36,70,00,000 രൂപ ചെലവഴിച്ച് റബ്ബർ ബോർഡും കിൻഫ്രയും സംയുക്തമായാണ് സംരംഭം നടപ്പിലാക്കുന്നത്. റബ്ബർ കയറ്റുമതി വർദ്ധിപ്പിക്കുക, റബ്ബർ അധിഷ്ഠിത ഉത്പന്നങ്ങൾ സജ്ജമാക്കുക തുടങ്ങിയവയാണ് റബ്ബർ പാർക്ക് കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് അല്ലാതെയും തൊഴിൽ ലഭിക്കും. 30 സംരംഭകരിൽ നിന്ന് 500 കോടി രൂപയാണ് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത്. പ്രതിവർഷം 1500 കോടി രൂപയുടെ കയറ്റുമതിയും ലക്ഷ്യമിടുന്നുണ്ട്. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിൽ വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്നതിന് വൈദഗ്ധ്യ വികസന കേന്ദ്രവും റബ്ബർ പാർക്കിനൊപ്പം സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആരോഗ്യരംഗത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേ പ്രാധാന്യവും പരിപാലനവും നൽകണമെന്ന മന്ത്രി VS ശിവകുമാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യപരിപാലന രംഗത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധ പുലർത്തണമെന്ന മന്ത്രി VS ശിവകുമാർ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ ഫണ്ടിൽ നിന്ന് 48 ലക്ഷം രൂപ വിനിയോഗിച്ച് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മയും കുഞ്ഞും പദ്ധതി JSS കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതിയാണ്. അപ്പൊ ആ പദ്ധതി പ്രകാരം നമ്മൾ ഈ രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആവശ്യമൊന്നും ആരോഗ്യ പരിപാലന രംഗത്ത് ഗർഭാവസ്ഥ മുതൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യ പരിപാലനം കൊടുത്ത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ന്യൂബോൺ കെയർ യൂണിറ്റുകൾ, ന്യൂബോൺ സ്പെഷ്യൽ കെയർ യൂണിറ്റുകൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. കുട്ടികളുടെ മരണനിരക്ക് 12ആണ്. മറ്റു പല സംസ്ഥാനങ്ങളിൽ 42ആണ്. നമ്മൾ വളരെയധികം മുൻപന്തിയിലുണ്ട്. 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇത് 8ആയി ചുരുക്കിക്കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അമ്മമാരുടെ മരണനിരക്ക്, പ്രസവവുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ കേരളത്തിലെ മരണനിരക്ക് എന്ന് പറയുന്നത് 80-82ആണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ 250-ന് മുകളിലാണ്. അപ്പോൾ ആ രംഗത്ത് വളരെയധികം കെയർ കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. ന്യൂബോൺ സ്പെഷ്യൽ യൂണിറ്റുകൾ കേരളത്തിലെ 47 താലൂക്ക് ആശുപത്രികളിൽ തുടങ്ങി. ഇതിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയും ഉൾപ്പെടുന്നു. പ്രധാന പാതകളുടെ സമീപത്തുള്ള ആശുപത്രികളെ ഉൾപ്പെടുത്തി ട്രോമ കെയർ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ കടക്കൽ ആശുപത്രിയെയും ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രദേശത്ത് നമ്മളിപ്പോ ട്രോമ കെയർ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ
കൊല്ലം ജില്ലയിൽ നാഷണൽ ഹൈവേയുമായി അല്ലെങ്കിൽ MC റോഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശുപത്രികളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് കരുനാഗപ്പള്ളി ആശുപത്രി അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ 20 ആശുപത്രികളിൽ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ആക്സിഡന്റ് ഉണ്ടായാൽ ഉടൻ തന്നെ അവിടെ എത്തി പിന്നെ അവിടെ എത്തിച്ചാൽ അവർക്ക് വേണ്ടുന്ന വിദഗ്ധ ചികിത്സ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ളതാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നമ്മളത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ കടയ്ക്കൽ പിന്നെ താലൂക്ക് ആശുപത്രി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുകൂടെ ഞാൻ പറയുകയാണ്. ഉടൻ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായി. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ശിവദാസൻ പിള്ള സ്വാഗതം പറഞ്ഞു. കൊല്ലം MP N. പീതാംബരക്കുറുപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, NRHM ഡയറക്ടർ M. ബീന IAS തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ SR പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചടയമംഗലം മഹാദേവർ ക്ഷേത്രത്തിൽ 3ാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നു. 65 ലക്ഷത്തിന്റെ നിർമ്മാണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഭക്തരുടെ സഹായത്തോടെ നടക്കുക. ചടയമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തീരുമാനമായി. 3ാം ഘട്ട പണികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും 2ാം ഘട്ട പണികൾ വിലയിരുത്തുന്നതിനുമായി ചീഫ് എഞ്ചിനീയർ ക്ഷേത്രത്തിലെത്തി. ദേവസ്വം ബോർഡിന്റെ ചുമതലയിലാണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിൽ ഗ്രാനൈറ്റ് പാകൽ 4 വശത്തും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസ് കെട്ടിടം, പ്രസാദ വിതരണ കൌണ്ടർ എന്നിവയുടെ പുനർനിർമ്മാണം എന്നിവയ്ക്കും ദേവസ്വം ബോർഡ് സഹായം നൽകും. 3ാം ഘട്ടത്തിൽ ഭക്തജനങ്ങളുടെ സഹായത്തോടെ ക്ഷേത്രത്തിൽ 65 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ പുനർനിർമ്മാണത്തിന് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്ന് മുല്ലക്കര രത്നാകരൻ MLA അറിയിച്ചു. പുനരുദ്ധാരണ പണികളുടെ ഭാഗമായി വടക്ക് മതപാഠശാല നിർമ്മിക്കും. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മഠത്തിൽ മോഹനൻ പിള്ള, സെക്രട്ടറി രാധാകൃഷ്ണപിള്ള, ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ബാലചന്ദ്രൻ പിള്ള, സജികുമാർ എന്നിവരാണ് പണികൾക്ക് നേതൃത്വം നൽകുന്നത്. ഫ്രണ്ടില് സ്റ്റീൽ കൊണ്ടുള്ള ഗ്രില്ല് ഭക്തജനങ്ങളോ കൊച്ചുകുട്ടികളോ അങ്ങ് കുഴിയിലേക്ക് വീഴാതിരിക്കാത്ത മനോഹരമായ രീതിയിൽ അത് സ്റ്റീൽ വാങ്ങുന്നു. ഭക്തജനങ്ങൾക്ക് മറ്റും ഉപയോഗിക്കത്തക്ക തരത്തിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ പണികൾ ഈ ഒരാഴ്ചക്കകം തന്നെ തുടങ്ങുന്നതാണ്. ശ്രീപാർവതി ദേവിയുടെ അവിടുത്തെ സോപാനവും കട്ടളയും പിത്തളമാകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ മഹാഗണപതി ഭഗവാന്റെ അവിടുത്തെ കട്ടളയും കതവുകളും സോപാനവും പിത്തളമാകുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി നമ്മൾ വളരെ പ്രധാനമായിട്ട് മകരമാസത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സത്കർമ്മം എന്നുള്ള നിലയിൽ ചെയ്യുന്നത് വളരെ പ്രധാനമായ നാഗരാജാവിന്റെ പ്രതിഷ്ഠയാണ്. ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടും കൂടി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ അലങ്കാര ഗോപുരം, പുതിയ ദേവസ്വം ഓഫീസ്, ടോയ്ലറ്റ് ബ്ലോക്ക്, ചുറ്റുമതില്, വടക്ക് വശത്തെ മതിലിന്റെ ഓട നിർമ്മാണം, പടിഞ്ഞാറോട്ടുള്ള വഴി, ക്ഷേത്രത്തിന് വെളിച്ചം. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. 9 നടക്കുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് പത്തനാപുരത്ത് സ്വീകരണം നൽകി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 9 നടക്കുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് പത്തനാപുരത്ത് സ്വീകരണം നൽകി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, മണൽ കരിങ്കൽ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ക്ഷേമനിധി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 9 സെക്രട്ടേറിയറ്റ് വളയുന്നത്. പത്തനാപുരത്ത് ജാഥ ക്യാപ്റ്റൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് KP സഹദേവന് സ്വീകരണം നൽകി. പാറേരിയുള്ള യൂണിറ്റ് സെക്രട്ടറി സാവ് പ്രസാദ്, യൂണിറ്റ് സെക്രട്ടറി സാവ് ശക്തി, സഹ റെഗി ആർ പത്തനാപുരം, സഹ ജോയ് പത്തനാപുരം. പത്തനാപുരം ഏരിയ പ്രസിഡന്റ് ബിജു കാർത്തിക അധ്യക്ഷനായി. സെക്രട്ടറി N. സുധാകരൻ സ്വാഗതം പറഞ്ഞു. ഹരേക്കണ്ടി ബാലൻ, AB അൻസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സെൻട്രൽ ട്രാവൻകൂർ സഹോദയ കലോത്സവം തിരുവല്ലയിലും കലയപുരത്തുമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻട്രൽ ട്രാവൻകൂർ സഹോദയ കലോത്സവം ഒക്ടോബർ 10 തിരുവല്ലയിലും 17 മുതൽ 19 വരെ കലയപുരത്തുമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 53 CBSE സ്കൂളുകളുടെ സംഘടനയാണ് സെൻട്രൽ ട്രാവൻകൂർ സഹോദയ. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. കലോത്സവ് 2013 എന്ന പേരിൽ 2 ഘട്ടങ്ങളായാണ് മത്സരങ്ങൾ നടത്തുക. ഒക്ടോബർ 10 തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് സാഹിത്യം, രചന, കമ്പ്യൂട്ടർ എന്നിവയുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും ക്വിസ് മത്സരവും നടത്തും. 3500-ലധികം കുട്ടികൾക്കായി 73 ഇനങ്ങളിലാണ് ആദ്യ മത്സരം. നൃത്ത സംഗീത ഇനങ്ങളിലുള്ള മത്സരങ്ങൾ ഒക്ടോബർ 17, 18, 19 തീയതികളിൽ കലയപുരം മാറിവാനിയൂസ് ബഥനി സ്കൂളിൽ വെച്ച് നടത്തും. 4000-ഓളം കുട്ടികൾ ഈ ദിവസങ്ങളിൽ മത്സരിക്കാനെത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൃത്ത സംഗീത ഇനങ്ങളിലുള്ള മത്സരങ്ങൾ ഒക്ടോബർ 17, 18, 19 തീയതികളിൽ കൊട്ടാരക്കര കലയപുരം മാറിവാനിയൂസ് ബഥനി സ്കൂളിൽ വെച്ച് നടത്തപ്പെടും. 4000-ഓളം കുട്ടികൾ ഈ ദിവസങ്ങളിൽ മത്സരിക്കാനായിട്ട് എത്തുന്നു. CBSEയുടെ തുടർ മൂല്യനിർണ്ണയ പദ്ധതിയിൽ
പാഠ്യേതര വിഷയങ്ങളിലുള്ള കുട്ടികളുടെ പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കലോത്സവ സർട്ടിഫിക്കറ്റിലും അവ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്താനാണ് സഹോദരിയുടെ തീരുമാനം. പാഠ്യേതര വിഷയങ്ങളിലെ ഗ്രേഡ് അക്കാദമിക് വിഷയങ്ങളിലെ ഗ്രേഡ് ഉയർത്തുന്നതിന് ഇത് സഹായമാകും. അതിനാൽ തന്നെ വർദ്ധിച്ച പങ്കാളിത്തവും സൂക്ഷ്മമായ തയ്യാറെടുപ്പും എല്ലാ സ്കൂളുകളിൽ നിന്നും ഉള്ളതായിട്ട് സംഘാടകർ അറിയിക്കുന്നു. ഫാദർ ജേക്കബ് ദയാനന്ദ്, കലയപുരം എൻ ശിവൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരത്ത് കമുകുംചേരിയിൽ സാമൂഹ്യ വിരുദ്ധർ 150ഓളം റബ്ബർ തൈകൾ വെട്ടിനശിപ്പിച്ചതായി പരാതി. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപരുടെയും ശല്യം രൂക്ഷമാണ്. പത്തനാപുരം കമുകുംചേരിയിൽ 2 വർഷം പ്രായമായ റബ്ബർ തൈകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി. പിറവന്തൂർ ചരുവിള പുത്തൻ വീട്ടിൽ ജമാലിന്റെ ഉടമസ്ഥതയിലുള്ള 80 സെന്റ് സ്ഥലത്തെ 150 മൂട് റബ്ബർ തൈകളാണ് രാത്രി നശിപ്പിക്കപ്പെട്ടത്. 150ഓളം മരങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഒരു കൂട്ടം സമൂഹദ്രോഹികൾ വെട്ടിക്കളഞ്ഞു. ചേട്ടന്റെ വസ്തുവിന്റെ അതിന് മാത്രം എന്റെ വസ്തു മാത്രം അതിലറിയാവുന്നവരായിരിക്കും ചെയ്തത്. അതിലറിയാവുന്ന ആൾ അതിന്റെ പിന്നിലുണ്ട്. എന്താ മുൻവരേഖ ഉണ്ടോ എന്തൊന്നും അറിയത്തില്ല. പരാതി കൊടുത്തിട്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരാതി കൊടുക്കണം. കമുകുംചേരി സൊസൈറ്റി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രികാലത്ത് ഈ പ്രദേശം മദ്യപന്മാരുടെ കേന്ദ്രമാണ്. കമുകുംചേരിയിലെ സാമൂഹ്യ വിരുദ്ധ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റബ്ബർ തൈകൾ വെട്ടിനശിപ്പിച്ചവർക്കെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതിന്റെ ഊർജിതമായ അന്വേഷണം നടത്തി ഇനിയും ഞങ്ങളുടെ നാട്ടില് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് അടിയന്തരമായിട്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുലമൺ തോടിന്റെ കയ്യേറ്റമൊഴിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കരാർ നടപടിയായി. തിങ്കളാഴ്ച നടക്കുന്ന ഓംബുഡ്സ്മാൻ സിറ്റിംഗിൽ തോടിന്റെ അതിർത്തി നിർണയം സംബന്ധിച്ച് ധാരണയുണ്ടായേക്കും. പുലമൺ തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും തോട് ശുചീകരിക്കാനും കരാർ നടപടികളായി. 2.25 കോടിയുടെ നിർമ്മാണത്തിനാണ് അനുമതിയായത്. കയ്യേറ്റമൊഴിപ്പിച്ച് പുലമൺ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടാനും തോട് ശുചീകരിക്കാനുമാണ് പദ്ധതി. എന്നാൽ അതിർത്തിയെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഓംബുഡ്സ്മാൻ പലതവണ നിർദ്ദേശിച്ചിട്ടും കയ്യേറ്റമൊഴിപ്പിച്ച് അതിർത്തി നിർണയം നടത്താൻ പഞ്ചായത്തുകൾ തയ്യാറായിട്ടില്ല. തിങ്കളാഴ്ച നടക്കുന്ന ഓംബുഡ്സ്മാന്റെ സീറ്റിംഗിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്, തഹസിൽദാർ എന്നിവർ ഹാജരാകാനാണ് ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കയ്യേറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ റിപ്പോർട്ട് നൽകാനാണ് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട്. 14 കിലോമീറ്ററോളം ദൂരത്തിൽ 4 പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പുലമൺ തോട് മാലിന്യങ്ങൾ നിറഞ്ഞ് ഇപ്പോൾ കുപ്പത്തൊട്ടിക്ക് സമമാണ്. അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLAയുടെ ശ്രമഫലമായാണ് തോട് നവീകരണത്തിന് പണം അനുവദിച്ചത്. പുലമൺ തോട് നവീകരണത്തിനായി ഓംബുഡ്സ്മാനെ സമീപിച്ചത് പരിസ്ഥിതി സംരക്ഷണ ഏകോപന സമിതി അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നിലമേലിൽ CPM നേതാവിന്റെ ബൈക്ക് കത്തിച്ചതായി പരാതി. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരമാണെന്നാണ് പോലീസ് നിഗമനം. DHRM പ്രവർത്തകരെയാണ് സംശയിക്കുന്നത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന CPM പ്രാദേശിക നേതാവിന്റെ ബൈക്ക് കത്തിച്ചതായി പരാതി. CPM നിലമേൽ ലോക്കൽ കമ്മിറ്റി അംഗവും CITU വില്ലേജ് കമ്മിറ്റി സെക്രട്ടറിയുമായ മുരുക്കുമൺ ചിത്രസദനത്തിൽ ചിത്രസേനന്റെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് കത്തിനശിച്ചത്. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ബൈക്ക് പൂർണ്ണമായും കത്തിപ്പോയി. ഒരു വെട്ടം കണ്ടുകൊണ്ടാണ് മോളെ എന്നെ വന്ന് വിളിക്കുന്നത്. ഞാൻ ഇറങ്ങി നോക്കാൻ വണ്ടിയിൽ നിന്ന് കത്തേണ്. ആ സമയത്ത് ഒരു 3/4 ഭാഗത്തോളം കത്തിക്കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ചിത്രസേനന്റെ നേതൃത്വത്തിൽ പായസ സദ്യ സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരിസരവാസികളല്ലാത്ത DHRMന്റെ പ്രവർത്തകരുമായി സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ബൈക്ക് കത്തിക്കലിന് പിന്നിലെന്ന് സംശയിക്കുന്നു. നേരത്തെ മുരുക്കുമണ്ണിലുള്ള BJP നേതാവിന്റെ വീടിന് സമീപം തീയിട്ട സംഭവത്തിൽ DHRMന്റെ 5 പ്രവർത്തകരെ പ്രതികളാക്കി ചടയമംഗലം പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. സമഗ്ര ആടുഗ്രാമം പദ്ധതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ചിതറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 94 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ക്ഷീരസാഗരം സമഗ്ര ആടുഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പരിശീലനം പൂർത്തിയാക്കിയ ചിതറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 94 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഗ്രൂപ്പ് തിരിച്ച് ഇവർ ചെയ്യേണ്ട പ്രോജക്ടുകൾ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന യോഗത്തിൽ വിശദീകരിച്ചു. പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ 23 വാർഡുള്ള ഗ്രാമപഞ്ചായത്തില് ആടുഗ്രാമം പദ്ധതി, ക്ഷീരസാഗരം പദ്ധതി അടക്കമുള്ള പദ്ധതിയിൽ നമുക്ക് ഗവൺമെന്റ് സഹായത്തോടുകൂടി, അതല്ലെങ്കിൽ കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ സഹായത്തോടുകൂടി പഞ്ചായത്തിൽ വലുതായിട്ട് ഈ വർഷമില്ല പിള്ളേരെ പറയാണ്. മറ്റ് എല്ലാ സഹായത്തോടും ബാങ്ക് ലോണോടുകൂടി നമുക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കഴിഞ്ഞത്, അല്ലേ? അത് ആടുഗ്രാമം പദ്ധതിയിൽ 20 പേരെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. CDS ചെയർപേഴ്സൺ K. ഉഷ അധ്യക്ഷയായി.
CDS വൈസ് ചെയർപേഴ്സൺ മിനിമോൾ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ റിജില നൌഷാദ്, സെലീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുതുതലമുറ വിദ്യാഭ്യാസത്തിനൊപ്പം കായിക രംഗത്തും ശ്രദ്ധ പുലർത്തണമെന്ന് KAP ഡെപ്യൂട്ടി കമാൻഡർ KT ചാക്കോ പത്തനാപുരത്ത് സെന്റ് മേരീസ് സ്കൂളിന്റെ 37ാമത് കായികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയിലെ കുട്ടികൾ പഠനത്തിനൊപ്പം കായിക രംഗത്തും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് KAP ഡെപ്യൂട്ടി കമാൻഡർ KT ചാക്കോ പറഞ്ഞു. പത്തനാപുരം സെന്റ് മേരീസ് സ്കൂളിലെ 37ാമത് കായികമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കാലഘട്ടമാണ് കുട്ടികൾക്ക് കായിക രംഗത്ത് മികവ് തെളിയിക്കാൻ ഏറ്റവും നല്ല സമയം. അത് കുട്ടികൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ കായിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ വച്ചതുകൊണ്ടാണ് പോലീസ് വകുപ്പിലെ ഉന്നത തലത്തിൽ തനിക്ക് എത്താനായതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആനുവൽ സ്പോർട്സ് മീറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്ന ഒരു അവസരം. ഈ അവസരത്തിൽ നമ്മുടെ കഴിവുകൾ തെളിയിച്ച് തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ സ്പോർട്സ് രംഗത്ത് വേണ്ട നിങ്ങളുടെ കായിക ക്ഷമ വളർന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകും. പ്രിൻസിപ്പൽ MT ജോർജ് അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ T കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് മത്സരങ്ങൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാട്ടർ അതോറിറ്റി ദേശീയപാത 744ന്റെ ഇരുവശത്തും നിർമ്മിച്ച കുഴികൾ കിഴക്കേ തെരുവിൽ മരണക്കുഴികളായി തുടരുകയാണ്. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. വാട്ടർ അതോറിറ്റി കുണ്ടറ ജലസേചന പദ്ധതിക്ക് പൈപ്പിടാൻ നിർമ്മിച്ച കുഴി കൊട്ടാരക്കര കിഴക്കേ തെരുവിൽ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഇവിടെ വാഹനാപകടത്തിൽ 2 പേർ ഇതുവരെ മരണമടഞ്ഞു. പൈപ്പ് സ്ഥാപിച്ചെങ്കിലും കുഴികൾ റോഡിന്റെ പൊക്കത്തിൽ നികത്തിയിട്ടില്ല. ഇതിനാൽ പല ഭാഗങ്ങളും വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. കിഴക്കേ തെരുവ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരമാണ് ഏറെ അപകടകരം. വിദ്യാർത്ഥികൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഈ കുഴികളിലേക്കാണ്. കുഴികളിൽ വീണ് യാത്രക്കാർ അപകടത്തിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കൊട്ടാരക്കര ഡിവൈഎസ്പി രാധാകൃഷ്ണപിള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അധികൃതർക്ക് കുലുക്കമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പൈപ്പ് ലൈൻ പോയ വഴിയിൽ അവിടെ എല്ലാം പൈപ്പ് പൊട്ടുകയും ഉണ്ടായ ഗർത്തം മൂലം പല ആളുകൾ ഇവിടെ വീണ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ പിന്നെ ഒരു ചുവന്ന കൊടി നാട്ടിയിട്ടുണ്ട്. എന്നാലും റോഡിൽ സ്ഥിരം ഇവിടെ അപകടക്കണിയായി വലിയ വളവുകളും മറ്റും ഉണ്ടായതുകൊണ്ട് വലിയ അപകടക്കണിയായി മാറിയിരിക്കുകയാണ്. റോഡിന് വീതി വളരെ കുറവാണ്. ടാറിങ്ങിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ടാറിങ് ലൈൻ വരച്ചതിൽ നിന്ന് വളരെ കുറച്ച് വീതി മാത്രമേ ഇപ്പോൾ വണ്ടി പോകാനായിട്ടുള്ളൂ. സൈഡ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വണ്ടികൾ ചായയും മറിയുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അപകടങ്ങളായി കുറേ പേർ ബൈക്ക് ആക്സിഡൻറ്റിലും ബസ് ആക്സിഡൻറ്റിലും കുറേ പേർ മരിക്കുകയും പിന്നെ പരിക്കേൽക്കുകയും മറ്റും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടാഴി, നടുത്തേരി, കുന്നല, ചാച്ചിക്കുന്ന അംഗൻവാടികളിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പട്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാഴി, നടുത്തേരി 90ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് റിനുമോൻ, സാജു ഖാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മോളി രാജൻ, ശാന്തകുമാർ, റോബിൻ രാജു, ശ്രീനാഥ്, ബിന്ദു, അരുൺരാജ് എന്നിവർ സംസാരിച്ചു. പുന്നല ചാച്ചിപ്പുന്ന 12ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ആഘോഷ പരിപാടികൾ MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഹുനൈ സാഹിബ് അധ്യക്ഷനായി. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം M സാജു ഖാൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സമഗ്ര പച്ചക്കറി വികസനത്തിന്റെ ഭാഗമായി ചിതറ ഗവൺമെന്റ് LPSൽ പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര പച്ചക്കറി വികസനം 2013-2014 പദ്ധതിയുടെ ഭാഗമായി ചിതറ ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആവശ്യമായ ആഹാര സാധനം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? കൃഷിയെ നിങ്ങൾ ഒരു സ്കൂളിലെ ഒരു പാഠ്യ വിഷയമാക്കി നമ്മൾ കൃഷിയെ മാറ്റണം. PTA പ്രസിഡന്റ് A ഹംസ അധ്യക്ഷനായി. ചിതറ കൃഷിഭവൻ ഓഫീസർ ഭാസ്കരപിള്ള, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മോഹനചന്ദ്രൻ, സ്റ്റാഫ് രാജി, സ്കൂൾ ഹെഡ് മിസ്ട്രസ് നബീസത്ത് ബിവി, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ഷമീന ബിവി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം യൂസഫ്, പരിസ്ഥിതി പ്രവർത്തകൻ മടത്തറ ശശി, കർഷക സംഘം പ്രസിഡന്റ് രാജപ്പൻ നായർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ് ജില്ലയിൽ നടത്തിയത് വൻ കയ്യേറ്റങ്ങൾ. ഹാരിസൺസിന്റെ തോട്ടങ്ങൾ സ്പെഷ്യൽ ഓഫീസർ പരിശോധിച്ച് കയ്യേറ്റങ്ങൾ ബോധ്യപ്പെട്ടു. വനംവകുപ്പിന്റെ ഭൂമി വ്യാപകമായി കയ്യേറി. ആരോഗ്യരംഗത്ത് അമ്മയ്ക്കും കുഞ്ഞിനും സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് മന്ത്രി VS ശിവകുമാർ. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പുതിയ വികസനങ്ങൾ. പുലമൺ തോട് നവീകരണത്തിന് 2.25 കോടിയുടെ പദ്ധതി. ഓംബുഡ്സ്മാൻ സിറ്റിംഗ് തിങ്കളാഴ്ച. തോടിന്റെ അതിർത്തി നിർണയം സംബന്ധിച്ച് ധാരണയായേക്കും.
വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.